കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഈ പഴമൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്ന എന്തിനാണെന്ന് മനസ്സിലായോ? ഒരു ഷാർജ അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂടല്ലേ? അതുമാത്രമല്ല, ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് അധികം പഞ്ചസാരയൊന്നും ഇടാതെ ഈന്തപ്പഴമൊക്കെ ഇട്ടാണ് മധുരത്തിന് വേണ്ടി ഞാൻ ഷാർജ കുടിക്കാറ്. അപ്പോൾ ഇന്ന് ഷാർജ അടിക്കാൻ നേരത്ത് അച്ഛയും അമ്മയും കൂടെ പറഞ്ഞു ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത്തിരി പഞ്ചസാരയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഷാർജയ്ക്ക് വേണ്ടത് നല്ല ഞാലിപ്പൂവൻ പഴം, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, 2 5 രൂപയുടെ ബൂസ്റ്റ്, പിന്നെ പാല്. എനിക്കാണ് ടോൺസിലൈറ്റിസിൻ്റെ അസുഖം ഉള്ളത് കൊണ്ട് പാല് കട്ടയാക്കിയിട്ട് ഷാർജ അടിക്കാൻ പറ്റത്തില്ല. അന്നേരം പിന്നെ തൊണ്ട പഴുത്ത് ഉമിനീര് പോലും ഇറക്കാൻ വയ്യാതെ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ തണുപ്പിൽ പാല് ലൂസാക്കിയിട്ടാണ് ഷാർജ അടിക്കാറ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഷാർജ അടിച്ചിരിക്കുന്നത് അണ്ടിപ്പരിപ്പ്, ബൂസ്റ്റ്, പഴം, പിന്നെ കുറച്ച് പഞ്ചസാര, ഈന്തപ്പഴം, ഇത്രയും സാധനം ഇട്ട് ആദ്യം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് വിധത്തിലാണ് അടിച്ചെടുത്ത്. അതിനുശേഷം കുറച്ച് പാലൊഴിച്ചിട്ട് ബാക്കി അടിക്കാൻ പോവുകയാണേ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ്. ഇത് കട്ടപ്പാലാണെങ്കിൽ പറയുകയും വേണ്ട, നമ്മുടെ ഷാർജ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും. പക്ഷെ നമുക്കത് പറ്റില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാനാണ്. അപ്പോൾ താണ്ടേ ഇനി കുറച്ചും കൂടെ അണ്ടിപ്പരിപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് ബാക്കി പാൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ താണ്ടേ നമ്മുടെ ഷാർജ റെഡി ആയിട്ടുണ്ട്. ചെറിയ തണുപ്പേ ഉള്ളൂ കേട്ടോ. അപ്പോൾ താണ്ടെ കട്ട ഐസായിട്ടിരിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ താണ്ടെ നമ്മുടെ ഷാർജ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ഷാർജ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് 2 അണ്ടിപ്പരിപ്പ് ഒരു ഫാഷന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുടിച്ചു നോക്കാൻ പോവാണേ. നോക്കിക്കോണേ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.